dear students, welcome to the online class. Today let's study the topic in relation to the previous class, risk adjusted discount rate method, and one more topic has to be discussed in today's class, another traditional method, certainty equivalent method. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനോട് കൂടെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രഡീഷണൽ മെത്തേഡുകളായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സുകൾ, ദാറ്റ് ഈസ് ദ റിസ്ക് ആൻഡ് കൺസിഡറിങ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി വൈൽ determining the investment proposal. There are two methods used for calculating budget, capital budgeting considered with the risk and uncertainty. Traditional method or qualitative method, or quantitative method, or modern method, or statistical method. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു മെത്തേഡായിരുന്നു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്, ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് റിസ്ക് പ്രീമിയം. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചത് ഡിസ്കൗണ്ട് റേറ്റിനോട് കൂടെ ഒരു റിസ്ക് പ്രീമിയം എന്ന് പറയുന്ന ഒരു പ്രീമിയം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ റിസ്കിനെ കൂടെ കൺസിഡർ ചെയ്തെങ്കിലാണ് റേറ്റ് ഓഫ് റിട്ടേൺ, ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേണിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ആവുകയുള്ളൂ. അതുകൊണ്ട് റിസ്കിനെയും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മളൊരു ഫോർമുല ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് റേറ്റിനോട് കൂടെ എന്ത് കൂടെ ചേർക്കണം, ഡിസ്കൗണ്ട് റേറ്റ്, അതിനോട് കൂടെ റിസ്ക് പ്രീമിയത്തിനും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ അതെന്തായിരിക്കും, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ അതിനോട് കൂടെ റിസ്ക്കും കൂടെ കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണ് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് മെത്തേഡ്. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാനുണ്ട്, സോൾവ് ചെയ്യാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെറിറ്റ്സ് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസിലി ടു കാൽക്കുലേറ്റ്. ഇതിൻ്റെ മെറിറ്റ്സിൽ പറയുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. കാരണം എന്താ, നമുക്ക് ആദ്യം റേറ്റ് ഓഫ് റിട്ടേൺ എത്ര എന്നുള്ളത് നോക്കിയാൽ മതി. ഡിസ്കൗണ്ട് റേറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടായിരിക്കും. അതിനോടുകൂടെ ഹൈ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ പ്രീമിയം, റിസ്ക് പ്രീമിയം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കാരണം നമുക്കറിയാം ഹയർ ദ റിട്ടേൺ ഹയർ ദ റിസ്ക് ഹാസ് ടു അഫോർഡ്. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ് എന്നുള്ളത് ഒരു മെറിറ്റാണ്. നമ്പർ 2, ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ഫോർ ദ റിസ്ക് ഫാക്ടർ. നമുക്ക് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലിലും എന്ത് സംഭവിക്കാം, റിസ്ക് സംഭവിക്കാം. പക്ഷെ ഇവിടെ റിസ്ക് ഫാക്ടറാണ് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേണിൽ എന്ത് ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോമ്പൻസേഷനാണ്. കാരണം ഓൾറെഡി റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ കോമ്പൻസേഷൻ ടു എ റിസ്ക് ഫാക്ടർ. Another one, it can be along with the NPV and IRR. ഈ ഒരു മെത്തേഡ് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് NPV മെത്തേഡിനോട് കൂടെയും IRR മെത്തേഡിനോട് കൂടെയും യൂസ് ചെയ്യാം. NPV മെത്തേഡിലാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. കാരണം ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട് റേറ്റിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിസ്ക് പ്രീമിയം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് NPV മെത്തേഡിലൂടെ നമ്മൾ ആ ഒരു പ്രോഫിറ്റബിലിറ്റി കണ്ടു. എന്നിട്ട് എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത്, ഹയർ NPV വന്നിട്ടുള്ള പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ഏതാണോ ആ പ്രൊപ്പോസലിൽ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഇനി ലോ ആയിട്ടുള്ള പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് പ്രൊപ്പോസലിനെ റിജക്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് IRRലും എന്ത് ചെയ്യാം, ഇന്റേണൽ
റേറ്റ് ഓഫ് റിട്ടേണിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ IRR എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമുക്ക് ഓൾറെഡി ഡിസ്കൗണ്ട് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് എന്ത് ചെയ്യണം, ആ റേറ്റ് ഓഫ് റിട്ടേൺ ക്യാഷ് ഫ്ലോസ് മാത്രമേ നമുക്കറിയുള്ളൂ. നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ഇൻഫ്ലോസ് എത്രയെന്നുള്ളത് അറിയാം, പക്ഷേ അതിൻ്റെ റേറ്റ് അറിയില്ല, റേറ്റ് ഓഫ് റിട്ടേൺ എത്രയെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. NPVയിൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടായിരിക്കും, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൺസിഡറേഷനിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. പക്ഷേ IRRൽ നമുക്ക് ഇന്റേണൽ റേറ്റ് തന്നിട്ടുണ്ടാവില്ല, റേറ്റ് ഓഫ് റിട്ടേൺ, കട്ട് ഓഫ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല, അത് കണ്ടുപിടിക്കണം. പക്ഷേ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെത്തേഡിൽ എങ്ങനെയാണ് ഡിസിഷൻ റൂൾ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IRR is greater than the risk adjusted rate of return, the project proposal is accepted. നമുക്ക് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ IRRനേക്കാളും കൂടുതലാകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊജക്ട് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് അനദർ മെറിറ്റ്സ്. ലാസ്റ്റ് വൺ, it takes into account the risk averse attitude of ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് റിസ്ക് എന്ന് പറയുമ്പോൾ ഹയർ ദ റിസ്ക് ഹയർ ദ റിട്ടേൺ ആണ് അല്ലേ. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. എനിക്ക് കൂടുതൽ ലാഭം കിട്ടണം, പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്യാം. റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ, ഉള്ള ലാഭം മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രകാരമാണ് റിസ്കിൻ്റെ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. ഹയർ റിട്ടേൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹയർ റിസ്ക് പ്രീമിയം അഫോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എത്രയാണ് റിസ്ക് ആഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ദി ലെവൽ ഓഫ് റിസ്കിനനുസരിച്ച് കൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് പറയുന്നത്. അതേസമയം ഇതിന് ഒരുപാട് ഡിമെറിറ്റ്സുകളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ദർ ഇസ് നോ സയൻറ്റിഫിക് വേ ഓഫ് ഡിറ്റർമിനിങ് റിസ്ക് പ്രീമിയം. നമുക്കിപ്പോൾ ഇതിൽ ഈ റിസ്ക് പ്രീമിയം എന്ന് പറയുന്ന ഒരു റേറ്റ്, ഫോർ എക്സാമ്പിൾ ഇവിടെ 10% റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ റിസ്ക് പ്രീമിയം 5% ഓഫ് റിട്ടേൺ ആണ്. ഈ 5% ഓഫ് റിട്ടേണിന് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തത്? അതിന് പ്രത്യേകിച്ചൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷനൊന്നുമില്ല. ഹയർ പ്രോഫിറ്റബിലിറ്റി വേണോ, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് വേണോ, കൂടുതലായിട്ടുള്ള റിസ്ക് പ്രീമിയം, റേറ്റ് ഓഫ് റിസ്ക് പ്രീമിയം ആഡ് ചെയ്യണം. ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി വേണ്ടേ, ഈ റിസ്ക് പ്രീമിയം ലെസ് ആയിട്ടുള്ള റേറ്റിൽ മതി. അതായത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡിലല്ല ഈ റിസ്ക് പ്രീമിയത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിമെറിറ്റ്. Number 2, this method is subjective and controversial. How much weight should be assigned? The risk depends on പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇതും വിരൽ ചൂണ്ടുന്നത്. ഇതിനൊരു റിസ്ക് പ്രീമിയം എത്ര റേറ്റിൽ എടുക്കാമെന്നുള്ളതിന് എന്തില്ല, ഒരു സയൻറ്റിഫിക് കാൽക്കുലേഷൻ ഇല്ല. അപ്പം ഇതെന്തിൻ്റെ ബേസിൽ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റബിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് റിസ്ക് ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റിസ്കിൻ്റെ ലെവൽ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ് ഈ റിസ്ക് പ്രീമിയത്തിൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, നോട്ട് അറ്റ് ഓൾ എനി സയൻറ്റിഫിക് കാൽക്കുലേഷൻ. ഇപ്പോൾ എൻ്റെ ഒരു തീരുമാനപ്രകാരമാണ്, എനിക്ക് പ്രോഫിറ്റബിലിറ്റി വേണം, ഞാൻ എന്ത് ചെയ്യും, ഹയർ റിസ്ക് പ്രീമിയം ആഡ് ചെയ്യും. അതിനൊരു സയൻറ്റിഫിക് മെത്തേഡ് ഇല്ല, പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൻ്റെ കൂടെയാണ്, പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഈ ഒരു മെത്തേഡിനുണ്ട്. ദാറ്റ് ഈസ് അനദർ ഡിമെറിറ്റ്. തേർഡ് വൺ പറയുന്നത് it is the future cash flow of project which is subject to risk. Therefore, adjustment should be made in the cash flow, not in the discount rate. Hence, this technique is not scientific. ഇവിടെയും ഇതന്നെയാണ് പറയുന്നത്, നമുക്ക് ഡിസ്കൗണ്ട് റേറ്റുമേലാണ് ഈ റിസ്ക് പ്രീമിയത്തിനെ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അണ്ടർ ദിസ് മെത്തേഡ് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് മെത്തേഡ് ഈസ് ദി അഡ്ജസ്റ്റിംഗ് ദ റേറ്റ് വിത്ത് ഡിസ്കൗണ്ട് റേറ്റ്.
ഡിസ്കൗണ്ട് റേറ്റിനോട് കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്യാഷ് ഫ്ലോസിനോടല്ല. അതായത് നമുക്ക് കിട്ടുന്ന ലാഭം എത്ര എന്നുള്ളത് നോക്കിയിട്ടല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കിട്ടാവുന്ന ലാഭത്തിൻ്റെ റേറ്റിൻ്റെ മുകളിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതും ഒരു സയൻറ്റിഫിക് മെത്തേഡ് അല്ല. ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദി റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രോബ്ലം കൂടെ ഈ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. അത് ഇല്ലസ്ട്രേഷൻ 1 പേജ് നമ്പർ 101 പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഇല്ലസ്ട്രേഷൻ 1 ആണ് ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് എ ന്യൂ മെഷീൻ. ദ ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ് ആർ എ ആൻഡ് ബി, ഈച്ച് കോസ്റ്റിംഗ് 75,000 ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് ആർ ഗിവൺ ബിലോ. രണ്ട് പ്രൊജക്റ്റ് പ്രൊപ്പോസൽസുകളാണ് ഉള്ളത്. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസുകളാണ് മെഷീൻ എ ആൻഡ് മെഷീൻ ബി. അതിന് വരുന്ന കോസ്റ്റ് 75,000 ആണ്. നമുക്ക് 5 വർഷത്തേക്കാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. മെഷീൻ എക്ക് വരുന്ന ഇൻഫ്ലോസും തന്നിട്ടുണ്ട്. മെഷീൻ ബിയുടെയും എയുടെയും ഇൻഫ്ലോസുകൾ തന്നിട്ടുണ്ട്. ഇയർ 1 മെഷീൻ എ 30,000, സെക്കൻഡ് ഇയർ 30,000, തേർഡ് ഇയർ 20,000, ഫോർത്ത് ഇയർ 10,000, ഫിഫ്ത്ത് ഇയർ 5,000. ആൻഡ് അഗെയിൻ മെഷീൻ ബി ഹോൾസ് ഫസ്റ്റ് ഇയർ 40,000, സെക്കൻഡ് ഇയർ 30,000, തേർഡ് ഇയർ 20,000, ഫോർത്ത് ഇയർ 10,000 ആൻഡ് ഫിഫ്ത്ത് ഇയർ 10,000. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിൽ വരുന്നത് ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ദ ഫേം ഹാസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 10%. അതിൻ്റെ കട്ട് ഓഫ് റേറ്റ് ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. റിസ്ക് പ്രീമിയം റേറ്റ്സ് ആർ 2% ആൻഡ് 7% റെസ്പെക്റ്റീവ്ലി. 2% മെഷീൻ എക്ക് റിസ്ക് പ്രീമിയം ഉണ്ട്, 7% വരുന്നത് മെഷീൻ ബിക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറയില്ല. നമുക്ക് എന്താ അറിയണം, റിസ്ക് പ്രീമിയം വരുമ്പോൾ നമ്മുടെ ടോപ്പിക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് എന്നുള്ള അസംഷനിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ റിസ്ക് പ്രീമിയം എത്രയാണെന്നുള്ളതാണ്. ഡിസ്കൗണ്ട് റേറ്റ് വെച്ചുകൊണ്ടുള്ള റിസ്ക് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ആദ്യം കാണുക റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. പ്രൊജക്റ്റ് അല്ല, മെഷീൻ എയും ഉണ്ട്, മെഷീൻ ബിയും ഉണ്ട്. മെഷീൻ എക്ക് വരുന്നത് ഓൾറെഡി റിസ്ക് ഫ്രീ പ്രീമിയം ഉണ്ട് 10%. അതിനോടുകൂടെ 2% ഇവരുടെ പ്രീമിയം, റിസ്ക് പ്രീമിയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് 12%. ബിക്ക് 10% റിസ്ക് ഫ്രീ പ്രീമിയം ഉണ്ട്, പ്ലസ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7%. ടോട്ടൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് 17%. ഇതിൻ്റെ ബേസിലാണ് നമ്മളിതിന് ഇനി NPV കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് NPV. അപ്പോൾ ആദ്യം ഞാൻ മെഷീൻ എയുടെ ആണ് കാണിക്കുന്നത്. മെഷീൻ എ ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. മെഷീൻ എയുടെ വർഷം എത്ര വർഷത്തേക്കാണെന്നുള്ളത് നമ്മൾ ആദ്യം കാണിക്കണം, ഇയർ. അടുത്ത കോളത്തിൽ അതിൻ്റെ ക്യാഷ് ഫ്ലോ ആണ് പറയേണ്ടത്. ക്യാഷ് ഫ്ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടറാണ് പറയേണ്ടത്. ഡിസ്കൗണ്ട് ഫാക്ടർ മെഷീൻ എക്ക് വരുന്നത് 12% ആണ്. അടുത്തത് വരുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇത്രയായ നമ്മുടെ ഡീറ്റെയിൽസുകളായി. ഇനി അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ 5 വർഷത്തേക്കാണ് മെഷീൻ എയുടെ ഇൻഫ്ലോസുകൾ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ നോക്കി നമുക്കതിൻ്റെ ഇൻഫ്ലോസുകൾ ഓരോന്നും എഴുതാം. മെഷീൻ എക്ക് വന്നിട്ടുള്ളത് 30,000 ആണ്. സെക്കൻഡ് ഇയറിലും 30,000, തേർഡ് ഇയറിൽ വന്നിട്ടുള്ളത് 20,000, ഫോർത്ത് ഇയറിൽ വന്നിട്ടുള്ളത് 10,000, ഫിഫ്ത്ത് ഇയറിൽ വന്നിട്ടുള്ളത് 5,000.
ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പ്രസൻറ്റ് വാല്യൂ ടേബിളിൻ്റെ 12% കോളത്തിന് നേരെ ഫസ്റ്റ് ഇയറിൽ എത്ര എന്നുള്ളത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 12% വരുന്നത് 0.893 ആണ്. സെക്കൻഡ് ഇയറിന് വരുന്നത് 0.797, തേർഡ് ഇയറിന് 0.712 ആണ്, ഫോർത്ത് ഇയറിൽ 0.632 ആണ്, ഫിഫ്ത്ത് ഇയറിൽ 0.567 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ട് ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഡിസ്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് ഇന്നത്തെ ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ 30,000 ഇൻറ്റു 0.893 എന്ന് പറയുമ്പോൾ 26,790 ആണ് വരുന്നത്. 30,000 ഇൻറ്റു 0.797 നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് 23,910 ആണ്. 20,000 ഇൻറ്റു 0.712 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14,240 വരും. 10,000 ഇൻറ്റു 0.632 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6,350 ആണ്. അനദർ വൺ പറയുന്നത് 5,000 ഇൻറ്റു 0.57 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2,835 ആണ് വരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാം. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 74,125 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NPV ആണ് അല്ലേ. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യണം. അതാണ് NPV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. NPV ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട് 74,125. നമ്മുടെ ഔട്ട്ഫ്ലോ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെസ് ഔട്ട്ഫ്ലോ എന്ന് കാണിക്കുക. ഔട്ട്ഫ്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 75,000 ആണ് അല്ലേ. 75,000 ആണ്. അപ്പോൾ ഈ ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് NPV. ഇപ്പോൾ ഇവിടെ ഇൻഫ്ലോ നമുക്ക് 74,000ഉം ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കുറവേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? ഔട്ട്ഫ്ലോ വരുന്നുള്ളൂ, ലാഭം വരുന്നുള്ളൂ. അപ്പം മൈനസ് വാല്യൂ ആണ്. അപ്പം മൈനസ് 875 ആണ് ഈ ഒരു പ്രൊജക്റ്റ് പ്രൊപ്പോസലിന് വരുന്ന NPV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മെഷീൻ ബിക്കും ഇതുപോലെ എന്ത് ചെയ്യണം? NPV കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തത് നോക്കുക. കാൽക്കുലേഷൻ ഓഫ് NPV ഓഫ് ദി മെഷീൻ ബി. ഹെഡിങ് കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് NPV ഓഫ് മെഷീൻ ബി. മെഷീൻ ബിയുടെ NPV ആണ് അടുത്തത് കാണേണ്ടത്. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യണം. മെഷീൻ ബിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് കോളത്തിൽ ഇയർ എന്ന് കൊടുക്കണം. സെക്കൻഡ് കോളത്തിൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് കാണിക്കണം. തേർഡ് കോളത്തിൽ ഡിസ്കൗണ്ട് ഫാക്ടർ ആണ് കാണിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് ഫാക്ടർ 10%. പക്ഷേ നമ്മൾ റിസ്ക് പ്രീമിയം ആഡ് ചെയ്യേണ്ടത് 7% ആണ്. അപ്പോൾ ടോട്ടൽ 17% കിട്ടും. അടുത്തത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇതാണ് നമുക്ക് NPV കാണാനായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സുകൾ. ഇയർ ക്വസ്റ്റ്യനിൽ അനുസരിച്ച് 5 ഇയർ ആണ്. 1, 2, 3, 4, 5. ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെഷീൻ ബിക്ക് 40,000, 30,000. ക്വസ്റ്റ്യനിൽ നോക്കി എഴുതാം. 20,000, 10,000 ആൻഡ് അഗെയിൻ 10,000. ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുമ്പോൾ 17%-ന് ഫസ്റ്റ് ഇയറിൽ എത്ര എന്നുള്ളത് ടേബിളിൽ നോക്കുക. പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത് 17%-ന്
0.855 ആണ്. സെക്കൻഡ് ഇയറിന് 0.731 ആണ്. തേർഡ് ഇയറിൽ 0.624, ഫോർത്ത് ഇയറിൽ 0.534, ഫിഫ്ത്ത് ഇയറിൽ 0.456. ഇതാണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടുന്ന 1 rupee വാല്യൂ എന്ന് പറയുന്നത്. ഇനി ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ 40,000 ഇൻറ്റു 0.855 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 34,200. അനദർ സെക്കൻഡ് ഇയറിൽ 30,000 ഇൻറ്റു 0.731, 21,930. ദെൻ തേർഡ് ഇയറിൽ 20,000 ഇൻറ്റു 0.624 ആണ്. 0.624 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12,480. ദെൻ 10,000 ഇൻറ്റു 5.534 ചെയ്യുമ്പോൾ 5,340 വരും. ഈ ലാസ്റ്റ് ഇയറിൽ 10,000 ഇൻറ്റു 0.456 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,560 ആണ് വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ കാണുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര എന്നുള്ളത് നമ്മൾ ടോട്ടൽ കാണുമ്പോൾ വരുന്നത് 78,510 ആണ്. ഓക്കെ, നമുക്ക് NPV ആണ് ഇവിടെ കാണേണ്ടത്. NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ച ഫോർമുല ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈച്ച് ആൾട്ടർനേറ്റീവ് പ്രൊജക്ട് ഹാസ് 75,000. സോ NPV ഈക്വൽ ടു 78,510 minus 75,000. NPV is the 3,510. ഓക്കെ, ഇനി നമ്മൾ ഡിസിഷൻ റൂൾ പറയണം. ഏത് പ്രൊജക്റ്റ് പ്രപ്പോസലാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ റൂളിൽ കാണിക്കേണ്ടത്. അപ്പോൾ പ്രൊജക്റ്റ് എക്ക് വരുന്നത് നമ്മൾ NPV കണ്ടപ്പോൾ മൈനസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്റ്റിൽ -875 ആണ്. പ്രൊജക്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ബിക്ക് വന്നിട്ടുള്ളത് 3,510 ആണ്. അപ്പം NPVയുടെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഹയർ NPV ഉള്ള പ്രൊജക്റ്റ് ഏതാണോ അതാണ് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യുന്നത് ഹയർ NPV ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊജക്റ്റ് ബിക്കാണ് എന്ത് വരുന്നത്, ഹയർ NPV വരുന്നത് കൊണ്ട്, പോസിറ്റീവ് NPV വരുന്നത് കൊണ്ട് പ്രൊജക്റ്റ് ബി ഷുഡ് ബി ആക്സെപ്റ്റഡ്. അപ്പോൾ ഹിയർ പ്രൊജക്റ്റ് ബി should be accepted because it having project B having positive NPV. ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന ഡിസിഷൻ റൂള്. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് റേറ്റ്, അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, റിസ്ക് പ്രീമിയം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ മെത്തേഡിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ഓർ ജനറൽ മെത്തേഡിൽ അനദർ മെത്തേഡായിട്ടുള്ള സെർട്ടനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്, നമ്പർ 2 സെർട്ടനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് ഓർ സെർട്ടനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുക. എന്താ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡിൽ ഡിസ്കൗണ്ട് റേറ്റിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെയും ഒപ്പീനിയൻസിൽ പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് മെത്തേഡല്ല. കാരണം നമ്മളതിൻ്റെ ഡീമെറിറ്റ്സുകളൊക്കെ നോക്കിയപ്പോൾ ആ ഡിസ്കൗണ്ട് റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അത് പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ബേസിലാണ് ആ ഡിസ്കൗണ്ട് റേറ്റിനെ അല്ലെങ്കിൽ ആ റിസ്ക് പ്രീമിയത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോപ്പർ വേ അല്ല. നമ്മുടെ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ഈ പറയുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റിൻ്റെ മുകളിൽ ഉള്ള കാൽക്കുലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഈ ഒരു മെത്തേഡാണ് പിന്നീട് കുറേയും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡായിട്ട് പറയുന്നത്. അപ്പോൾ അവരുടെ ഒപ്പീനിയൻസ് പ്രകാരം പറയുന്നത്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത്, ഡിസ്കൗണ്ട് റേറ്റിൻ്റെ മുകളിലല്ല, ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ ദി എസ്റ്റിമേറ്റിംഗ് ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. എസ്റ്റിമേറ്റിംഗ് ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാണോ, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി ഓർ ഏർണിങ്സ്, അത് ഫ്യൂച്ചറിൽ എത്രയാണോ അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അതിന്മേലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഡിസ്കൗണ്ട് റേറ്റിൻ്റെ മുകളിലല്ല എന്നുള്ളതാണ് പറയുന്നത്. So, certainty equivalent method is the method of adjusting some consideration on the basis of the estimating of future cash inflows. This method is certainty equivalent method. നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇൻഫ്ലോസുകൾ അൺസർട്ടൈൻ ആണ്. നമ്മൾക്കുള്ള ക്യാഷ് ഇൻഫ്ലോസുകൾ എന്താണ്, അൺസർട്ടൈൻ ആണ്. ഓക്കെ, അൺസർട്ടൈൻ. എന്താ അൺസർട്ടൈൻ എന്ന് പറയാനായിട്ടുള്ള കാരണം, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിൽ എല്ലാം എന്തായിരിക്കും, അൺസർട്ടൈൻ ആയിരിക്കും. അപ്പൊ ഈ ക്യാഷ് ഇൻഫ്ലോസുകൾ അൺസർട്ടൈൻ ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഇൻഫ്ലോസിനെ സെർട്ടൈൻ ആക്കി മാറ്റണം. നമുക്ക് കിട്ടും എന്ന് പറയുന്ന ഉറപ്പുള്ള ഒരു ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോഎഫിഷ്യന്റ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ, അതുമായിട്ട് അതിനെന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ എന്താക്കി മാറ്റണം, ഇൻഫ്ലോസിനെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണം. അപ്പൊ ഈ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ ഒരു റിസ്ക് ഫാക്ടർ ഓർ അഡ്ജസ്റ്റ്മെന്റ്, റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഓർ കോഎഫിഷ്യന്റ് ഫാക്ടർ, അതായത് സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ഫാക്ടർ. ഇതുകൊണ്ട് ഈ ക്യാഷ് ഇൻഫ്ലോസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ക്യാഷ് ഇൻഫ്ലോ ആയി മാറും, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആയി മാറും. നമുക്ക് ഡെഫിനറ്റ്ലി അവൈൽഡ് ആകുന്ന ക്യാഷ് ഇൻഫ്ലോസുകളായി മാറും. അങ്ങനെ ഇൻഫ്ലോസുകളാക്കി മാറ്റിയതിന് ശേഷമാണ് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ആ മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡിൽ ഡിസ്കൗണ്ട് റേറ്റിനെ അല്ല എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടത് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസിന്റെ മുകളിലാണ്. ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺസർട്ടൈൻ ആണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിന് ഇത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാക്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എക്സാക്ട് കിട്ടും എന്നുള്ളതിനെ ആക്കി മാറ്റണം, സെർട്ടനിറ്റിയിലേക്ക് അതിനെ മാറ്റണം. അപ്പം സെർട്ടനിറ്റി ആയിട്ടുള്ള ഒരു ക്യാഷ് ഇൻഫ്ലോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് വിത്ത് റിസ്ക് ഫാക്ടർ ഓർ റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഓർ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ഫാക്ടർ. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിന് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ്, സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡ്. അപ്പൊ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിൻ്റെ ഒരു ഷോർട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ, ഇതാണ് ഫോർമുല. സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റിനോ ആയിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നു. അപ്പൊ നമ്മൾ ഈ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് ആദ്യം അറിയണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി
certainty equivalent coefficient is the ratio to risky cash flow to risk-free cash flow to risky cash flow. റിസ്കി ക്യാഷ് ഫ്ലോയും റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്ച്വലി ആ റേഷ്യോനാണ് എന്ത് പറയുന്നത് സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം സെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഏതാണെന്നുള്ളത് അറിയാനായിട്ട്. പേടിക്കാനില്ല, നമുക്ക് ഈ ഒരു ഫോർമുല എന്താണെന്ന് ഓർത്തിരുന്നാൽ മതി. പക്ഷേ ഈ സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന അഡ്ജസ്റ്റിംഗ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ക്യാഷ് ഫ്ലോസിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ എങ്ങനെ ഈ കോഎഫിഷ്യന്റ് ഫാക്ടർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയും റിസ്കി ക്യാഷ് ഫ്ലോയും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ risk free cash flow is lesser than risky cash flow, therefore coefficient of certainty equivalent coefficient is lies in below 1. അതായത് ഈ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കി ക്യാഷ് ഫ്ലോനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 ആണെന്ന് വിചാരിക്കുക. 60,000 നമ്മുടെ റിസ്കി ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80,000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഫോർമുല, റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ. എക്സാമ്പിളിൽ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 60,000, റിസ്കി ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 80,000. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഫിഗർ എത്ര ആയിരിക്കും കിട്ടുക, 0.75 ആണ് അല്ലേ. അപ്പോൾ 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നേക്കാളും ലെസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞത് റിസ്കി ക്യാഷ് ഫ്ലോനേക്കാളും ലെസ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ക്യാഷ് സെർട്ടിനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ ഈസ് ലൈസ് ലെസ് ദാൻ 1, 1നേക്കാൾ ചെറുതായിരിക്കും കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നമുക്ക് ഈ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാകാനുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഇൻഫ്ലോസ് ഏതാന്നുള്ളത് നോക്കണം. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരിക്കും, അൺസെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് 1 അൺസെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്താക്കി മാറ്റണം, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണം. സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഡിസ്കൗണ്ട് ഫാക്ടർ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടായിരിക്കും, അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റബിലിറ്റി ക്യാഷ് ഫ്ലോ കിട്ടും. ആ പ്രോഫിറ്റബിലിറ്റി NPV മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രപ്പോസലാണോ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, അത് ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് പറഞ്ഞതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് സോ സിമ്പിൾ ആൻഡ് ഈസി ടു അപ്ലൈ. Number 2, it reduces uncertain cash flow to make them more realistic. അൺസെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോനെ എന്താക്കി മാറ്റുന്നുണ്ട്, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റുന്നു. സോ ഇറ്റ് ഈസ് മോർ റിയലിസ്റ്റിക്. തേർഡ് വൺ, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ ക്യാഷ് ഫ്ലോ വിച്ച് ആർ ടു റിസ്ക്. റിസ്കിനനുസരിച്ച് കൊണ്ട് ക്യാഷ് ഇൻഫ്ലോസിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിനേക്കാളും കുറേയും കൂടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ്. ദാറ്റ് ഈസ് ദ മെറിറ്റ്സ് ഈസ് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. ഇനി അതേസമയം ഇതിന് ചില ഡീമെറിറ്റ്സുകളുണ്ട്. വി ഹാവ് ടു കൺസിഡർ ദീസ് ഡീമെറിറ്റ്സ്. Number 1, it is very difficult to calculate and understand certainty equivalent coefficient. നമ്മൾ സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന
ഫാക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് ചില സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ ആണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതൊരു ഡീമെറിറ്റ് ആണ്. നമ്പർ 2 പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി യൂസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസിബിൾ ക്യാഷ് ഫ്ലോ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ടാണ് ക്യാഷ് ഫ്ലോ തരുന്നതെങ്കിൽ അത് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് മെത്തേഡ് ഈസ് ആർബിട്രറി ആൻഡ് സബ്ജക്റ്റീവ്. ഇതിനും എന്ത് വരുന്നുണ്ട്, ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ട് എന്നുള്ളതാണ് തേർഡ് ഡീമെറിറ്റ് പറയുന്നത്. ഫോർത്ത് ഡീമെറിറ്റ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ടെക്നിക് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുകളൊക്കെ എടുക്കുമ്പോൾ ഈ മെത്തേഡ് ഒന്നും അത്ര സുഖകരമല്ല, ഇംപ്ലിമെൻറ്റേഷൻ അത്ര നല്ലതല്ല, ആപ്ലിക്കേഷൻ ലെവല് സുഖം ഉള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഡീമെറിറ്റ്. എങ്ങനെ ആയിക്കഴിഞ്ഞാലും അതിന് എവറിത്തിങ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ്. We have to consider what are the merits in compared to the risk adjusted method. നമുക്ക് എല്ലാറ്റിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചില അഡ്വാൻറ്റേജസുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് കുറേയും കൂടെ പ്രോബബിൾ ആയിട്ടുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ ലോസിനെ മിനിമൈസ് ചെയ്യുന്ന മെത്തേഡാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസിഷൻ റൂളാണ്. എന്താ ഡിസിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിലേക്ക് വരിക. ഡിസിഷൻ റൂളിൽ എപ്പോഴും ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ആ പ്രപ്പോസലിനെ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രപ്പോസലിൽ NPV ഹയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഡിസിഷൻ, ബെസ്റ്റ് ഡിസിഷൻ റൂള്. The decision rule is based on the NPV method. If the project proposal having higher profitability, that project proposal may be accepted. അതാണ് ഡിസിഷൻ റൂള്. ഹയർ ആയിട്ട് വരുന്ന പ്രൊജക്റ്റ് പ്രപ്പോസൽ ഏതാണോ ആ പ്രപ്പോസലിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഡിസിഷൻ റൂള്. ഓക്കെ, നമുക്ക് തിയറി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡിസിഷൻ റൂളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ പേജ് നമ്പർ 88 എക്സാമ്പിൾ 2 ആണ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ഇതിൽ ഞാൻ പറയാം. അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. There are 2 projects A and B. Each involves an investment of 1 lakh rupees. 2 പ്രപ്പോസൽസുകളുണ്ട്, എ എന്ന പ്രൊജക്റ്റും ബി എന്ന പ്രൊജക്റ്റും. 2 പ്രപ്പോസലിനും വരുന്ന ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. The expected cash flows are the certainty coefficient and the certainty coefficient are as follows. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ക്യാഷ് ഫ്ലോസുകളും അതിൻ്റെ സെർട്ടിനിറ്റി കോഎഫിഷ്യൻറ്റും താഴെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് എയുടെയും തരുന്നുണ്ട്, പ്രൊജക്റ്റ് ബിക്കും തരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് പ്രപ്പോസലാണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റ് എയുടെ കേസിൽ 3 വർഷത്തേക്കാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇയർ 1, 2, 3 cash flows of A 60,000, 50,000 and again 50,000. The coefficient certainty equivalent coefficient related to project A is 0.8, 0.7, 0.9. ഓക്കെ, പ്രൊജക്റ്റ് ബി യുടെ പറയുന്നത് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് 50,000, 70,000 and 50,000. The coefficient related to project B, first year 0.9, second year 0.8, 0.7 is in the third year. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്, സെർട്ടിനിറ്റി കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സെർട്ടിനിറ്റി കോഎഫിഷ്യൻ്റ് വെച്ചുകൊണ്ട് ക്യാഷ് ഫ്ലോസിന് ആദ്യം എന്താക്കി മാറ്റണം, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണം. താഴെ നമുക്ക് തന്നിട്ടുള്ള
ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് ഈസ് 10% ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. ഇത് വെച്ചുകൊണ്ട് ഏത് പ്രൊജക്റ്റാണ് പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസറിലേക്ക് വരാം. ആൻസറിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് സെർട്ടനിറ്റി ആയിട്ടുള്ളൊരു ക്യാഷ് ഇൻഫ്ലോസിനെ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സെർട്ടനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫ്ലോസുകളെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി ആദ്യം മാറ്റണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അപ്പോൾ 2 പ്രൊജക്റ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം പ്രൊജക്റ്റ് എയെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റ് ബിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ആദ്യം ഹെഡിങ് കൊടുക്കുക, പ്രൊജക്റ്റ് എ എന്ന ഹെഡിങ് കൊടുക്കുക. പ്രൊജക്റ്റ് എ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് ദി സെർട്ടൈൻ ക്യാഷ് ഫ്ലോസ് ആണ്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് certain cash inflow. ഹെഡിങ് കൊടുക്കുക. പ്രൊജക്റ്റ് എ ആണ് ചെയ്യുന്നത്. ഒരു കോളം കൊടുക്കുക. ഫസ്റ്റ് കോളം ഇയർ എന്ന് കൊടുക്കുക. ഇയർ നമ്മുടെ ക്യാഷ് ഫ്ലോ ആദ്യം കാണിക്കണം. അൺസർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ കാണിക്കണം. അടുത്ത കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടത് സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ആണ്. അടുത്തത് കോളത്തിൽ കാണിക്കുന്നത് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ. സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ്. അപ്പോൾ കോളത്തിൽ കൊടുക്കുക. 3 ഇയർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലുള്ള പ്രൊജക്റ്റ് എയുടെ ക്യാഷ് ഇൻഫ്ലോസ് എത്രയെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 ആണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 50,000 ആണ്. തേർഡ് ഇയറിൽ അഗെയിൻ 50,000. ഓക്കെ, ഇതെല്ലാം റുപ്പീസിലാണെന്നുള്ളത് കാണിക്കണം. ക്യാഷ് ഇൻഫ്ലോസുകളൊക്കെ റുപ്പീസുകളാണ്. ഇനി നമുക്ക് സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് അല്ലേ, സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഫാക്ടറാണ് എഴുതേണ്ടത്. അത് നമ്മൾ നേരത്തെ തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമുലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ല. കാരണം ആ സെർട്ടനിറ്റി ഈക്വലന്റ് ഫാക്ടർ, റിസ്ക് ഫാക്ടർ, അഡ്ജസ്റ്റഡ് ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇത് മാത്രം നമ്മളിവിടെ എടുത്ത് എഴുതിയാൽ മതി, ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യണ്ട. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0.8, 0.7 ആൻഡ് 0.9 ഇതാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, ഈ ഈക്വലന്റ് സെർട്ടനിറ്റി ഈക്വലന്റിനെ ക്യാഷ് ഇൻഫ്ലോസുമായിട്ട് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഈ എമൗണ്ടിനെ രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളായിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇത് കിട്ടാനായിട്ട് രണ്ടാമത്തെ കോളത്തിനെ മൂന്നാമത്തെ കോളം കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ 60,000 ഇൻറ്റു 0.8. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. 48,000 ആണ് നമുക്ക് വരുന്നത്. 48,000. അനദർ വൺ വരുന്നത് 35,000. ദാറ്റ് ഈസ് 50,000 ഇൻറ്റു 0.7. അനദർ വൺ 50,000 ഇൻറ്റു 0.9 വരുന്നത് 45,000 ആണ്. 45,000. ഓക്കെ, അപ്പം നമുക്ക് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ഇപ്പോൾ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് NPV മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് എയുടെ എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് NPV നടത്തുക. കാൽക്കുലേഷൻ ഓഫ് ദി നെറ്റ് പ്രസന്റ് വാല്യൂ. നെറ്റ് പ്രസന്റ് വാല്യൂ.
നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ് സെയിം സ്റ്റേജിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഇയർ കൊടുക്കണം. രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ്. നമുക്ക് മുൻപ് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ അൺസെർട്ടൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റിയത്. ആ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത്രയാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്കേണ്ടത് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ആണ് നോക്കേണ്ടത്. ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ കട്ട് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. ഇനി ഇവിടെ ചെയ്യേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഇനി പഴയ അതേ സ്റ്റേജിൽ തന്നെ പ്രോസസ് തന്നെയാണ് ചെയ്യേണ്ടത്. NPV കാണാൻ 3 ഇയറിലാണ് നമുക്ക് പ്രൊജക്ട് തന്നിട്ടുള്ളത്. ആ 3 ഇയറും കാണിക്കണം. ഇനി ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിലുള്ളത് എഴുതാൻ പാടില്ല. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസുകളുണ്ട്. ആ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസുകൾ ആദ്യം എടുത്തെഴുതാം. നമുക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 48,000 ആണ്. മറ്റൊരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 35,000 ആണ്. അടുത്തത് പറയുമ്പോൾ 45,000 ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഈ ഒരു സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് ഫാക്ടർ ആണുള്ളത്. ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ പോയിന്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. പ്രസന്റ് വാല്യൂ ടേബിൾ നോക്കുക. 1 ഇയർ, 2 ഇയർ, 3rd ഇയറിൽ അതിൻ്റെ നേരെ 10% എന്ന് പറയുന്ന കോളത്തിൽ എത്രയാണ് അതിൻ്റെ റേറ്റ്, പ്രസന്റ് വാല്യൂ ഓഫ് ₹1 എത്ര എന്നുള്ളത് അവിടെ നോക്കാം. അപ്പോൾ 10% വരുന്നത് 0.909 ആണ്. അടുത്തത് പറഞ്ഞത് 0.826 ആണ്. നെക്സ്റ്റ് പറഞ്ഞത് 0.751 ആണ്. അപ്പോൾ 3 വർഷത്തേക്ക് വരുന്ന റുപ്പി വാല്യൂ ആണ് നമുക്കിവിടെ പറയുന്നത്. ഇതൊക്കെ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ് കാണേണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാനായിട്ട് 48,000 ഇൻറ്റു 0.909, അതായത് സെക്കൻഡ് കോളാണ് ഇത്. ഇത് തേർഡ് കോളം. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ കോളത്തിന് മൂന്നാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 48,000 ഇൻറ്റു 0.909 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 43,632 ആണ്. 43,632. ഇനി 35,000 ഇൻറ്റു 0.826 എന്ന് പറയുമ്പോൾ 28,910. 45,000 ഇൻറ്റു 0.751 എന്ന് പറയുമ്പോൾ 33.795. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇനി അതിന്റെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇത് മൂന്നും ആഡ് ചെയ്യാം. 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,06,337 ആണ്. 1,06,337 ആണ്. നമുക്കിതിന്റെ NPV ആണ് കാണേണ്ടത് അല്ലേ? അപ്പൊ NPV കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഫോർമുല നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ഇന്നലെ എഴുതിയ ഫോർമുലയിൽ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്, ദാറ്റ് ഈസ് ദ കോസ്റ്റ്. അപ്പൊ ഈ കോസ്റ്റിനെ ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് കോസ്റ്റ് ഓഫ് ഔട്ട്ഫ്ലോ. ഔട്ട്ഫ്ലോനെ ലെസ് ചെയ്യാം. ഔട്ട്ഫ്ലോ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ്. എല്ലാ 2 പ്രൊജക്റ്റുകൾക്കും 1 lakh rupees ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPV ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ വരുന്നത് 6,337 ആണ്. 6,337. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊജക്ട് എക്കാണ് ഈ പറയുന്ന NPV കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ട് ബിയുടെയും NPV കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റബിൾ ആണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ,
ഓക്കെ, ഇതേപോലെ പ്രൊജക്റ്റ് ബിയുടെയും ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് സെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റാനായിട്ട് പ്രൊജക്റ്റ് ബിയിൽ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ദി സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അൺസെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അപ്പോൾ നമ്മൾ 3 വർഷത്തെ ഡാറ്റാസുകൾ എഴുതണം. ഇയർ 1, 2, 3 ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 50,000 ആണ് പ്രൊജക്ട് ബിക്ക് വരുന്നത്. അഗെയിൻ 70,000 ടു സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 50,000. ഇൻ ദ കേസ് ഓഫ് സെർട്ടനിറ്റി ഈക്വലന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൊജക്ട് ബിക്ക് 0.9, 0.8, 0.7. പ്രൊജക്ട് എക്ക് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ക്യാഷ് ഇൻഫ്ലോ സെക്കൻഡ് കോളം തേർഡ് കോളായിട്ട് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. 50,000 into 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000. 70,000 into 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56,000. 56,000. Then 50,000 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് കിട്ടി. അതിനോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി കാണാനായിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ബോർഡിൽ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ ഈ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ കഴിഞ്ഞാൽ അടുത്തൊരു കോളം കൊടുക്കുക, ഡിസ്കൗണ്ട് ഫാക്ടർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്. അപ്പം നമുക്ക് ബോർഡിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്ട് ബി. അപ്പം ഞാൻ അവിടെ ഹെഡിങ് കൊടുക്കുകയാണ്, കാൽക്കുലേഷൻ ഓഫ്. ഈ ഡാറ്റാസുകളൊക്കെ ഒന്ന് ഇവിടെ മായച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു മാറ്റം മാത്രമാണ് ഇവിടെ വരുത്താനുള്ളൂ. അത് വെച്ച് നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഹെഡിങ് കൊടുത്തു. നമുക്ക് 3 വർഷത്തിൽ തന്നെയാണ് കൊടുക്കാനുള്ളത് പ്രൊജക്ട് ബിക്ക്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ചെയ്തത്. അതെടുത്ത് എഴുതാം. സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടിയത് 45,000, 56,000, അഗെയിൻ 35,000. ഇതാണെന്ന് ശ്രദ്ധിക്കേണ്ടൊരു പോയിന്റ് ഉള്ളൂ. എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്കൗണ്ട് ഫാക്ടർ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10% ആണ് ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടറിൽ എയുടെ അതേ റേറ്റ് തന്നെ ആയിരിക്കും ബിക്ക്. കാരണം 10% 1, 2, 3 ഇയർ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇതിൽ കൊടുക്കുക 0.909. അടുത്തത് 0.826 ആണ്. 0.751 ആയിരിക്കും. 751 ആണ് ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോ അതായത് സെക്കൻഡ് കോളവും തേർഡ് കോളവും കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അതായത് 45,000 into 0.909 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 40,905 ആണ്. അനദർ വൺ 56,000 into 0.826 എന്ന് പറയുമ്പോൾ 46,256 ആണ്. 35,000 into 0.751 എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 26,285 ആണ്. ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിന്റെ ടോട്ടൽ കാണാം. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കിട്ടുന്നത് 1,13,446 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ് ഇവിടെ പറയുന്നത് 1,13,446. നമുക്ക് വേണ്ടത് NPV ആണ്. NPVയുടെ ബേസിലാണ് ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പൊ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ഓർ കോസ്റ്റ്. അപ്പൊ ലെസ്
കോസ്റ്റ് ഓർ ഔട്ട്ഫ്ലോ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ട് പ്രൊജക്റ്റിനും 1 lakh rupees ആണ്. ഈ ഔട്ട്ഫ്ലോനെ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് ഈ പറയുന്ന NPV, that is the 13,446. 13,446 ആണ് ഈ പ്രൊജക്ട് ബിക്ക് വരുന്ന NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഡിസിഷൻ റൂള് പറയണം. എന്തായിരിക്കും ഡിസിഷൻ റൂള്? ഇതിലേത് പ്രൊജക്ട് പ്രൊപ്പോസലാണ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതിനാണ് ഡിസിഷൻ റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസിഷൻ റൂൾ പറയുമ്പോൾ ഹയർ പ്രൊജക്ട് പ്രൊപ്പോസൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡിസിഷൻ റൂളാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഇവിടുത്തെ പ്രൊപ്പോസൽസുകൾ രണ്ടും നോക്കുമ്പോൾ പ്രൊജക്ട് എക്ക് വരുന്ന NPV എന്നുള്ളത് പറഞ്ഞത് 6,337 ആണ് അല്ലേ പ്രൊജക്ട് എക്ക് വന്നുള്ളത്. പ്രൊജക്ട് ബിക്ക് വന്നിട്ടുള്ളത് 13,446 ആണ്. ഹയർ NPV ഏത് പ്രൊജക്റ്റ് ആണോ ആ പ്രൊജക്ട് പ്രൊപ്പോസലാണ് ആക്സെപ്റ്റ് ചെയ്യുക. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പ്രൊജക്ട് ബി ഹാവിംഗ് ഹയർ NPV ദ പ്രൊജക്ട് ബി ഷുഡ് ബി ആക്സെപ്റ്റഡ്. അപ്പോൾ പ്രൊജക്ട് ബി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഹാവിംഗ് എന്തുകൊണ്ടായിരിക്കും? ഹയർ NPV ഹയർ ആയതുകൊണ്ട് നമ്മൾ ഏത് പ്രൊജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യണം? പ്രൊജക്ട് ബിയെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ള ടോപ്പിക്ക്. ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. 1-2 നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളുള്ളത്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിസ്കഷനിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.